ഹേ ഗായ്സ്. സോ രാവിലെ നമുക്ക് നല്ല ചൂട് ഗ്രീൻ ടീയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രീൻ ടീ ഞാൻ ഡയറ്റ് എടുക്കുമ്പോഴൊക്കെ കുടിക്കുന്നൊരു സംഭവമാണ്. ഞാനിപ്പോൾ ഡയറ്റ് തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു ദിവസം ആവുന്നേ ഉള്ളൂ. ഉം. ആ ഡയറ്റൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാറില്ല. ഇപ്പോൾ ഇന്ന് മുതൽ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. സോ മുട്ടം വെയിലടിയൊക്കെ കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് പോയി ബാക്കിയുള്ള പണികൾ തീർക്കണം. കുഞ്ഞെണീക്കുന്നതിന് മുന്നേ അവൻ അയച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. സോ പണി ചെയ്യാൻ പോവാം. ഞാൻ ആദ്യം തന്നെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള ദോശയും ചമ്മന്തിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മിക്സിയിലാക്കി സെറ്റ് ചെയ്യാൻ പോവാണ്. ഒരു കാര്യം കൂടെ പറയാമല്ലോ, ഞാനൊരു നല്ലൊരു കുക്കല്ല. ഞാൻ ഒക്കേഷണലി കുക്കിംഗ് പഠിച്ച ഒരാളാണ്. നല്ലൊരു കുക്കല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് പഠിച്ചത്. കുക്ക് ചെയ്തൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുക്കിംഗ് അറിയാമെന്നുള്ളവർ ദയവേത് ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കുള്ള താളിപ്പൊക്കെ ആയി. ചമ്മന്തി അപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് വാങ്ങി വെച്ചിട്ട് അടുത്തത് ദോശയിലേക്ക് കിടക്കാം. ദോശ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡും കൂടെ ഉണ്ടാക്കി വെക്കാറുണ്ട്. കാരണം കുഞ്ഞഴിച്ച് കഴിഞ്ഞാലായിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ ദോശ ചുട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി അരി തിളപ്പിക്കാൻ. അരി തിളപ്പിച്ച് ഞാൻ കുക്കറിലാണ് വയ്ക്കാറ്. അരി തിളപ്പിച്ച് കുക്കറിൽ വെച്ചതിന് ശേഷം കറിക്കരിയണം. ഞാൻ കറി ഇന്ന് ചീരത്തോരനും ഒരു പുളിങ്കറിയുമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ അരി തിളപ്പിച്ച് വെച്ചു. ഇനി അടുത്തത് കീര തോരന് വേണ്ടിയിട്ടുള്ള കീര അരിയൽ പ്രക്രിയയാണ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് അരിയുന്നത്. എനിക്കിങ്ങനെ അരിയാൻ അറിയാവുള്ളൂ. സോ കീരയൊക്കെ ഞെക്കി പിഴുങ്ങി കുത്തി ഞെരുക്കിയിട്ട് കീരയും കൂടെ താളിച്ച് കീര വേവിക്കാനായിട്ട് ഇടുവാണ്. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാൻ വേണ്ടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കീരയുടെ കൂട്ട് റെഡിയാക്കാം. മിക്സിയിൽ ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് 4-5 അല്ലി വെളുത്തുള്ളി ഇട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ച് കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കീര വേവുന്ന സമയം നോക്കി ഞാനൊന്ന് പെട്ടെന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും കീര വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ഇട്ട കീര തോരൻ റെഡിയായി. ഈ തേങ്ങ കൊത്തും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഒരു 2 മിനിറ്റും കൂടെ അടച്ച് വെച്ചൊന്ന് വേവിച്ച കീരത്തോരൻ റെഡിയാകും. അടുത്തത് ഞാൻ പുളിങ്കറിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങയും സാമ്പാർ പരിപ്പുമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ അമ്മ പറഞ്ഞിരുന്ന റെസിപ്പിയാണ്. എനിക്കറിയില്ല. ഞാൻ വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് വിളിച്ച് ചോദിച്ചതാണ് അമ്മ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന്. അങ്ങനെ അമ്മ പറഞ്ഞ റെസിപ്പിയാണ്. കുറച്ച് ഉലുവയും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഈ തീയലിന് വറക്കും പോലെ വറക്കണ്ട, പക്ഷേ കുറച്ച് ലൈറ്റ് ബ്രൗൺ, തേങ്ങയൊക്കെ കുറച്ച് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാൻ പറഞ്ഞു എൻ്റെ മമ്മി. അങ്ങനെ അത് വഴണ്ട് കിട്ടി. ഇച്ചിരി ലൈറ്റ് ബ്രൗൺ കളറായി. എന്നിട്ട് തീ നല്ലവണ്ണം താഴ്ത്തി വെച്ചിട്ട് കുറച്ച് മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. ഇതിൻ്റെ അളവൊന്നും എനിക്ക് സത്യം പറയാനറിയില്ല. ഇതൊക്കെ എൻ്റെ ഒരളവിന് അമ്മ പറഞ്ഞതിനും കൂടെ കേട്ടിട്ട് ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ അത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് വെച്ചപ്പോഴാണ് നമ്മുടെ ആളെത്തിയത്. ഉറങ്ങി എഴുച്ച് വന്നിട്ടുണ്ട്. ആൾ ഉറക്കച്ചടവിലിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും പല്ല് തേപ്പിക്കാനുള്ള വഴിയാണ് നോക്കുന്നത്. പല്ല് തേക്കാൻ ആൾക്കിഷ്ടമാണ്, പക്ഷെ നാക്ക് ക്ലീൻ ചെയ്യാൻ ആൾക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുവാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ആളെ കൊണ്ട് ചിരിപ്പിച്ചുകൊണ്ടൊക്കെ പല്ല് തേപ്പിക്കുന്നത്. ആൾക്ക് ഞാൻ ഇതുപോലൊരു ടൂത്ത് ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ വായ്ക്കകത്തോട്ടൊന്നും പോയില്ല, തൊണ്ടയിലൊന്നും കൊള്ളത്തില്ല.
ഇത് ഭയങ്കര ഈസിയാണ്. മുകളിലത്തെയും താഴത്തെയും പല്ല് നല്ല രീതിക്ക് ക്ലീനാവും. പിന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ഇത് തന്നെ ധാരാളം. ഇതിനൊക്കെ സമ്മതിക്കുന്നത് തന്നെ വലിയ കാര്യം. അങ്ങനെ ഞാൻ മോനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് നാക്ക് ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ ആൾ തള്ളി മാറ്റി. അതിന് ആൾ സമ്മതിക്കത്തില്ല. ഇനി അടുത്തത് മുഖം കഴുകൽ ചടങ്ങാണ്. അതും ഒരു ചടങ്ങാണ് ഗൈസ്. ആൾ ഇപ്പോഴേ കരച്ചിലും മോങ്ങലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആൾക്ക് ഇഷ്ടമല്ല. മുഖത്ത് വെള്ളം നനയുന്നത്, സോപ്പ് തേക്കുന്നത് ഒന്നും ഇഷ്ടമല്ല. പിന്നെ നമ്മളത് നിർബന്ധിപ്പിച്ചൊക്കെ ചെയ്യിക്കുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അങ്ങനെ മുഖം കഴുകലൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ആൾ. ഇനിയിപ്പോൾ അടുത്ത പണി ആഹാരം കഴിപ്പിക്കലാണ്. അതിനൊരു വലിയ ടാസ്ക് തന്നെയാണ്. മുഖമൊക്കെ കഴുകി ആൾ റെഡിയായിരിക്കുകയാണ് അടുത്ത ടാസ്കിനായിട്ട്. ഇപ്പോൾ ഈ തനിച്ച് മേടിച്ച് കഴിക്കുന്നതൊന്നും നോക്കണ്ട. ഇതൊക്കെ ആദ്യത്തെ 2 തവണത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ ശരിക്കുള്ള യജ്ഞം തുടങ്ങും. അത് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ 1 മണിക്കൂറത്തെ ആഹാരം കൊടുപ്പ് ചടങ്ങിന് ശേഷം ഞാൻ ആളെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പുളിങ്കറി റെഡിയാക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയെ മിക്സിയിലിട്ടടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പേസ്റ്റിന് നമ്മൾ താളിപ്പ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിട്ടപ്പോൾ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ താളിപ്പ് താളിച്ചിട്ട് ആ കൂട്ടിലോട്ട് അങ്ങ് ഒഴിക്കുന്നു. അങ്ങനെ നമ്മുടെ പുളിങ്കറിയും റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ മെനു. ഇത്രയും പെട്ടെന്ന് ഇത്രയും ചെയ്തെടുക്കാൻ പറ്റുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ്. ഇതാണ് യൂഷ്വലി എൻ്റെ ദിവസങ്ങളിൽ സംഭവിക്കുന്നത്. ഇനി നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളെ കളി ടൈമാണ്. ഓക്കെ ബേബി, ഷിയോ താത്ത പറ. താത്ത ഉമ്മോട്. ഓക്കെ ബൈ ഗായ്സ് പറ. ബൈ ഗായ്സ് പറ. ലൈക്ക് പറ. ഷെയർ, സബ്സ്ക്രൈബ്.